ഈ 3 തുറമുഖങ്ങളെയാണ് നമ്മൾ ഈ ചരക്ക് നീക്കത്തിന് ആശ്രയിക്കുക, വലിയ കപ്പൽ. അപ്പോൾ അത് ആ 18,000 കോടി ഒരു വർഷത്തിൽ നമുക്ക് നഷ്ടമാണ്. രാഹുൽ ഗാന്ധി വയനാടിനെ സംബന്ധിച്ചിടത്തോളം പരാജയമാണ്. രാഹുൽ ഗാന്ധി ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ നിന്നുള്ള അധപ്പതനം ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മോടൊപ്പം ഉള്ളത് BJPയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും അതുപോലെ തന്നെ ചൂരൽമലയിലെ അവിടുത്തെ ദുരിതബാധിതരുടെയൊക്കെ ശബ്ദവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഷാജിമോൻ ചൂരൽമലയാണ്. അദ്ദേഹം വയനാട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല നമ്മോട് പങ്കുവയ്ക്കുന്നത്, പക്ഷേ രാജ്യം നേരിടുന്ന ചില വിപത്തുകൾ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഭാവി പ്രധാനമന്ത്രിയാകാൻ സ്വപ്നം കണ്ടു കിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെയൊക്കെയാണ് വടക്ക് മുതൽ തെക്ക് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നമ്മുടെ ഭാരതത്തെ കീറിമുറിക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ അത് നടപ്പാക്കാൻ എന്തൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. നമസ്കാരം ഷാജിമോൻ ചൂരൽമല. നമസ്തേ. ശരിക്കും നമ്മൾ ഈ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 2 ടൈമിൽ അദ്ദേഹം പദവി പോലും ഇല്ലാതിരിക്കുകയായിരുന്നു. ആ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടിയില്ല. ഇത്തവണ കിട്ടിയതിൻ്റെ ആർമാദിപ്പാണെന്നറിയില്ല. പലയിടത്തായിട്ട് അനാവശ്യമായ ചില ഇടപെടലുകൾ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന് ചേരാത്ത ചില പദപ്രയോഗങ്ങൾ, വളരെ ബാലിശമായ നിലപാടുകൾ, ഏറ്റവും ഒടുവിൽ ആൻഡമാനിൽ ചെന്ന് അവിടെ എത്ര മീറ്റർ ആഴമുണ്ടെന്ന് മുങ്ങി നോക്കിയിരിക്കുന്നു അല്ലേ? അതെ, തീർച്ചയായും. അതെ അതെ, അത് എന്തുമാത്രം വിരോധാഭാസമാണല്ലേ? തീർച്ചയായും. ഇത് അദ്ദേഹം അവിടെ സ്കൂബ ഡൈവിംഗ് നടത്തി, ആൻഡമാനിൽ പോയി. പക്ഷെ അതൊന്നും കേവലം നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രകടനമല്ല. അദ്ദേഹം പറഞ്ഞ അവിടെ വൈവിധ്യം നശിപ്പിക്കുന്നു, അദാനിക്ക് വേണ്ടി ഒരു പോർട്ട് നിർമ്മിക്കുന്നു എന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് മുൻപ് ഞാൻ അടങ്ങുന്ന വയനാടൻ ജനതയുടെ പ്രതിനിധിയായിരുന്നു പാർലമെൻറ്റിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ എനിക്കൊക്കെ ഒരു അനുഭവം ഉണ്ടായത്, ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വയനാട്ടുകാരാണെന്ന് പറയുമ്പോൾ പപ്പുക്ക ലോക്കെ എന്നുള്ള ഒരു പരിഹാസം. ഞങ്ങൾ പപ്പുവിൻ്റെ നാട്ടുകാർ മാത്രമല്ല, പഴശ്ശി രാജാവിൻ്റെ നാട്ടുകാരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ച് പറയണം എന്നാഗ്രഹിക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ നടത്തിയതിന് പുറകിൽ വലിയൊരു ചതിയുണ്ട്. ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു ചതിയുടെ ഭാഗമാണത്. നിഷ്കളങ്കമായി അദ്ദേഹം പറയുന്നു, ഇവിടെ ഈ ജൈവ വൈവിധ്യം ഇല്ലാതാകും, ഇതൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് തീരെഴുതി കൊടുക്കുകയാണ് നാടിനെ, പാവപ്പെട്ട ജനത എന്നുള്ളത്. 10-18 കുടുംബങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഇന്ദിരാ പോയിന്റിൽ, ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഗലതിയ ബേപോർട്ട് എന്ന് പറയുന്ന ഒരു ബേപോർട്ട് നിർമ്മിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എന്നാണ് ഇത്തരം ടെർമിനലുകൾക്ക് പറയുക. സ്വാഭാവികമായിട്ടും നമ്മൾ 18,000 കോടി രൂപയോളം ഇതിൻ്റെ ഒരു അഭാവം മൂലം, ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിൻ്റെ അഭാവം മൂലം ഇന്ത്യക്ക് നഷ്ടമുണ്ട്. 18,000 കോടി രൂപ വർഷത്തിൽ, ഒരു ശരാശരി വർഷം നമുക്ക് നഷ്ടമുണ്ട്. എന്താണ് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നിർമ്മിക്കുന്നതിന് വേണ്ട? നമുക്ക് വിഴിഞ്ഞം പോർട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിന് നമുക്ക് അവിടെ 18 മീറ്ററാണ് സ്വാഭാവികമായി ആഴമുള്ളത്. 24,000 കണ്ടെയ്നർ കൊള്ളുന്ന കപ്പലുകൾ അവർക്ക് നങ്കൂരമിടാൻ കഴിയണം ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിൽ. അങ്ങനെ സ്വാഭാവികമായിട്ട് ആഴം ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡമാൻ്റെ ഇന്ദിരാ പോയിന്റിനടുത്തുള്ള ഈ നിർദ്ദിഷ്ട നമ്മുടെ ഗലതിയ ബേപോർട്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായ ആഴം 20 മീറ്ററാണ്. രണ്ടാമത്, നിങ്ങൾ 2008 നിങ്ങളെല്ലാം ശ്രദ്ധിക്കും, 2008 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതുമായിട്ട് കൂട്ടി വായിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 2008 രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ കേവലം പല ജനറൽ സെക്രട്ടറിമാരിൽ, AICCയുടെ പല ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. പിച്ച വെച്ച് തുടങ്ങുന്ന സമയം അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അദ്ദേഹം ഒരു MOU ഒപ്പുവെച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അതുമായി കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട്? അപ്പോൾ നമ്മളിത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കൂട്ടി വായിക്കണം. എൻ്റെ വാക്കുകളിലൂടെയല്ല, നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ അവിടെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നിർമ്മിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടത്, ചൈന എന്ന് പറയുന്നത് സത്യത്തിൽ പാകിസ്ഥാൻ കൈയാണെങ്കിൽ തല ചൈനയാണ് നമ്മളെ ശത്രു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചൈന കൃത്യമായിട്ട് നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിൽ നമുക്ക് ചുറ്റും ഈ കപ്പൽശാലകളുടെ അല്ലെങ്കിൽ ടെർമിനലുകളുടെ ഇത്തരം ഒരു വലിയ ഒരു ശൃംഖല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ അത് ഹമ്പൻ തോട്ടയാണ്, ബംഗ്ലാദേശിൽ ചിറ്റഗോങ്, ബർമയിലുണ്ട്, പാകിസ്ഥാനിൽ ഗദർ തുറമുഖം. ഇങ്ങനെ നമുക്ക് ചുറ്റും സ്ട്രിങ് ഓഫ് പേൾസ് എന്ന പേരിൽ ഒരു തുറമുഖങ്ങളുടെ ശൃംഖല ഇവർ പണിത് ഇവരുടെ സ്വാധീനത്തിലുള്ളതുണ്ട്. ഏത് സമയം സൈനികമായി നമ്മൾ ആക്രമിക്കാനും
നമ്മളെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിക്കുന്ന രീതിയിൽ ഇടയ്ക്ക് ചാരക്കപ്പലുകൾ വന്നിരുന്നല്ലോ, ശ്രീലങ്കയിൽ നങ്കൂരമിട്ടു. ഇപ്പോഴത്തെ സർക്കാരാണല്ലോ തിരിച്ചുവിട്ടത്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. ഹോർമൂസ് നോക്കൂ, ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന ലോക രാജാക്കന്മാർ മുട്ടിലിഴയുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇറാനോട്. അതിന് കാരണം അവർക്ക് ഹോർമൂസ് കടലിടുക്കിൽ ഒരു സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഏകദേശം അഞ്ചിലൊന്ന് എണ്ണ വ്യാപാരം അതിലെയാണ് പോകുന്നത്, ഹോർമൂസ് കടലിടുക്കിലൂടെ. അപ്പോൾ അതുപോലെ തന്നെയാണ് മലാക്ക കടലിടുക്ക്. നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. ലോക ചരക്ക് നീക്കത്തിൻ്റെ 80% കടന്നു പോകുന്നത് ഈ മലാക്ക കടലിടുക്കിലൂടെയാണ്. അതായത് ചൈനയുടെ 90% ചരക്കുകളും കടന്നു പോകുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ്. നമ്മുടെ നിർദ്ദിഷ്ട ഈ ഗലത്തിയ ബേപ്പോർട്ടിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഈ മലാക്ക കടലിടുക്ക്. അതായത് നമ്മളുടെ ഒരു തോക്കിൻ്റെ പരിധിയിൽ. അപ്പോൾ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ചൈനയെ പട്ടിണിക്കിടാൻ കഴിയുന്ന സ്വാധീനം ചെലുത്താവുന്ന ഒരു പോർട്ടാണ്, തന്ത്രപ്രധാന പോർട്ടാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കുക, ചൈനയുമായി ഈ MOU ഒപ്പുവെച്ച രാഹുൽ ഗാന്ധി അതിന് നിർബന്ധിതനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടെ വരരുത് അല്ലേ, വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് വിരുദ്ധമാകും, അവിടെ വരരുത്. അതിനും അപ്പുറത്ത് നോക്കൂ, ഇന്ത്യയുടെ അത് ഒരു സൈനികപരമായ കാര്യം. മലാക്ക കടലിടുക്കിൽ നിയന്ത്രിക്കാൻ കഴിയും, ചൈനയെ പ്രതിരോധത്തിലാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം. അതിനും അപ്പുറത്ത് നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങളാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിന് വേണ്ടത് 20 മീറ്ററാണ്. നമ്മൾ സാധാരണ നമ്മളെ ചരക്ക് നീക്കങ്ങൾ എങ്ങനെയാണ് സാധിക്കുക? ചെറിയ തുറമുഖങ്ങളാണ്. 24,000 കണ്ടെയ്നറുകൾ അടങ്ങുന്ന കപ്പലുകൾ നമ്മൾ ഒരു തുറമുഖത്തും അടുപ്പിക്കാൻ കഴിയും. നമ്മൾ ഏറ്റവും വലുത് വിഴിഞ്ഞാണ്. വിഴിഞ്ഞത്ത് 18,000 പരമാവധി, പലാർപ്പാടത്ത് 14,000 അടുപ്പിക്കാൻ കഴിയുള്ളൂ. 14,000 കണ്ടെയ്നർ അടങ്ങുന്ന കപ്പൽ അടുപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യം നമ്മൾ ശ്രീലങ്കയിൽ അടുപ്പിക്കും, എന്നിട്ട് ചെറിയ ഷിപ്പുകളിൽ നമ്മളെ തുറമുഖങ്ങളിലേക്ക് അടുപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ മലേഷ്യയിലെ ക്ലാങ്, സിംഗപ്പൂരിലെ തുറമുഖം, ഈ 3 തുറമുഖങ്ങളെയാണ് നമ്മൾ ഈ ചരക്ക് നീക്കത്തിന് ആശ്രയിക്കുക, വലിയ കപ്പൽ. അപ്പോൾ ആ 18,000 കോടി ഒരു വർഷത്തിൽ നമുക്ക് നഷ്ടമാണ്. ഈ 18,000 കോടി രൂപ ലാഭിക്കാൻ ഇവിടെ കഴിയും. സ്വാഭാവിക ആഴം അവിടെ 20 മീറ്ററാണ്. ഈ നമ്മളെ നിർദ്ദിഷ്ട ഇന്ദിരാ പോയിന്റിലുള്ള ഈ നമ്മുടെ ഗലത്തിയ ബേപ്പോർട്ട് അതുവഴി തന്നെ വലിയൊരു, അത് മാത്രമല്ല, ഇവിടെ ചിന്തിക്കേണ്ടത് കേവലം ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ. ഇനിയിപ്പോൾ നരേന്ദ്രമോദി ഈ 2029 വീണ്ടും അധികാരത്തിൽ വന്നാൽ 5 വർഷം കൂടി, ആ 5 വർഷത്തിൽ ഇത് പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ദീർഘകാല പദ്ധതിയാണ്. 2049 പൂർത്തിയാകുന്ന ഒരു പദ്ധതിയാണ്. അതായത് രാഹുൽ ഗാന്ധി വിചാരിക്കുന്നു ഇനി എല്ലാ കാലത്തും BJP മാത്രമാണ് ഭരിക്കുക എന്ന് യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നാളെ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. 49-ലെങ്കിലും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയില്ല ഇത് പൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി എന്തായാലും ആവില്ല. അദ്ദേഹത്തിൻ്റെ ഭാവി, ഇതിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾ പ്രധാനമന്ത്രിയാണ്, അവർക്ക് ഉദ്ഘാടനം ചെയ്യാം ഇത് 49 പൂർത്തിയാകുമ്പോൾ. അതിനുള്ള സാധ്യത ഇല്ല എന്ന് കരുതിയാണ് ഈ രാജ്യത്ത് 2047 അല്ലേ കേന്ദ്ര സർക്കാരിന്റെ വിഷൻ 2047 അതിനകത്ത് ചിലപ്പോൾ തീരും. അങ്ങനെയാണ് 49 ഇതിൻ്റെ പദ്ധതി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ 50 ഈ തുറമുഖം സാക്ഷാത്കരില്ലെങ്കിൽ പൂർത്തിയാകരുതെന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നോക്കൂ, നമുക്ക് പല നർമ്മദാ സരോവറിനെതിരെ വലിയ മുന്നേറ്റം ഉണ്ടായി മേധാ പട്കറിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ ഇന്ന് 7 സംസ്ഥാനങ്ങളുടെ ദാഹം അകറ്റുന്നതും കർഷകർക്ക് അതെ. അങ്ങനെ നമ്മുടെ കൂടംകുളം ആണവ നിലയം ഒരു ഉദയകുമാർ എന്ന് പറയുന്ന ഒരാൾ വെച്ചിട്ടുണ്ട്. കൂടംകുളം ഇന്ന് കേരളത്തിൻ്റെ വൈദ്യുതി പ്രതിസന്ധി പോലും പരിഹരിക്കുന്നതിൽ വലിയൊരു ഭാഗം ആണ് ഈ കൂടംകുളം ആണവ നിലയം വഹിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ പോയിരുന്നു. ഈ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന പദ്ധതികളിലെല്ലാം തന്നെ ഇത്തരം ആളുകൾ ഇടങ്കോലിടുകയാണ്. ഈ പ്രതിപക്ഷ, അതായത് വാജ്പേയി അടക്കം ഇരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന് സ്വമനസാലെ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഒപ്പിട്ട MOU, അദ്ദേഹം അവരിൽ നിന്ന് അതിന് എന്തൊക്കെ പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നമ്മൾ പറയാം ഇടയ്ക്കിടയ്ക്ക് പുള്ളി അങ്ങ് അപ്രത്യക്ഷനാകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിലെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തകർക്കാൻ നടക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരുടെയൊക്കെ വലം കൈയാണെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ ഈ ചെറിയ ആണി മുതൽ വലിയ
പാറക്കല്ല് വരെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ തറയിലിടാൻ. അത് ഏറ്റവും ഒടുവിൽ നീറ്റ് സംഭവം വന്നു, യുവാക്കളെ ഇളക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. ശരിക്കും ഇദ്ദേഹം ഈ വയനാട് വന്ന് മത്സരിച്ച് ശരിക്കും ഒരു ദേശീയ നേതാവ് രാജീവ് ഗാന്ധിയുടെ മകൻ വയനാട് MP ആകുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും അവിടുത്തെ അഭിമാനം വരേണ്ടതല്ലേ? തീർച്ചയായും. എന്തെങ്കിലും അവിടെ ചെയ്തോ കാര്യമായിട്ട്? രാഹുൽ ഗാന്ധി വയനാടിനെ സംബന്ധിച്ചിടത്തോളം പരാജയമാണ്. രാഹുൽ ഗാന്ധി വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ വയനാട്, അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും, അന്നത്തെ ആവശ്യങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നും അതേ ആവശ്യങ്ങളുമായി രോദനത്തിലാണ് വയനാടൻ ജനത എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം കഴിവുകെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിവുകെട്ട, അത് എനിക്ക് പറയാൻ അദ്ദേഹത്തിന് നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് കൂടി എനിക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാരോടുള്ള പ്രതിബദ്ധത തീർക്കാൻ കഴിയില്ല. രാജ്യത്തോട് അദ്ദേഹം സംസാരിക്കുന്നത് പോലും ഹൃദയത്തിൽ തട്ടിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. അർബൻ നക്സലുകൾ എഴുതി കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ്. ഒരു കോൺഗ്രസ് നേതാവ്, ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്, അത് അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. കേവലം ഫ്രിഞ്ച് എലമെൻറ്റ്സ്, ചില ആളുകൾ, അർബൻ നക്സൽസ്, അവർ സംസാരിക്കുന്ന ആ രീതിയിൽ അദ്ദേഹം മാറിയിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം, വലിയ ആളുകൾ, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ നെഹ്റു അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തി എന്ന പുസ്തകം എഴുതിയ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഇന്ന് ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ഗവേഷണത്തിലാണ്. ഞാൻ എങ്ങനെ നശിപ്പിക്കുന്നു വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാം രാഹുൽ ഗാന്ധിക്ക്. ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ഒരു ഗവേഷണത്തിലാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയെ കണ്ടെത്തിയ മനുഷ്യന്റെ കൊച്ചുമകൻ. അതെ, വളരെ ഖേദകരമാണ്, സങ്കടകരമാണ് അത്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധി വന്ന് പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ കേരളത്തിൽ വന്നിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് പോയി യുഡി സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തു. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാതെയുള്ള ഈ ചപലമായ പ്രഖ്യാപനങ്ങളല്ലായിരുന്നു വന്ന് ആ ഇലക്ഷൻ സമയത്തൊന്ന് ചെയ്തിട്ട് പോയത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ നിന്നുള്ള അധപ്പതനം ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ. ഒരു നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് സൗജന്യം വേണമെന്ന്, സൗജന്യ യാത്ര വേണമെന്ന്. സ്ത്രീകൾ ചിന്തിക്കുക, ഈ കേരളത്തിലെ നല്ല സ്ത്രീകളുണ്ടല്ലോ, കുടുംബിനികൾ ചിന്തിക്കുക എന്താ, ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന മക്കൾക്ക് നിങ്ങൾ യാത്രാ സൗജന്യം നൽകൂ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങളുടെ കാര്യശേഷിയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കാശ് കൊടുത്ത് പോയിക്കോളാം എന്ന് പറയുന്ന ഒട്ടനവധി സ്ത്രീകളെ എനിക്ക് പരിചയമുണ്ട്. ഓരോ മലയാളി സ്ത്രീകളും മലയാളി മംഗമാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എങ്കിലും ഇവിടെ ആവശ്യമുള്ളത് ആർക്കാ? ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ദിവസവും ക്ലാസ്സിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയാണ് ആണെങ്കിൽ ഇതിന് നമുക്ക് കൈയടിക്കാമായിരുന്നു. മറിച്ച് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ വനിതകൾ ഒരു സൗജന്യ യാത്ര ആവശ്യപ്പെട്ടിട്ടില്ല. സ്ത്രീകൾക്ക് വോട്ടുണ്ട്, മക്കൾക്ക് വോട്ടില്ല. വോട്ട് മാത്രമാണ് ലക്ഷ്യം, രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കല്ല. അതാണ് കോൺഗ്രസ് തീരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പല തരത്തിലും വികസനം മുടക്കി എന്നൊരു രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴുണ്ട് അല്ലേ? ഈ ആൻഡമാനിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇലക്ഷൻ സമയത്ത് വലിയൊരു പ്രചരണമൊക്കെ അദ്ദേഹം നടത്തിയായിരുന്നു. ഈ മരങ്ങളെല്ലാം കോടിക്കണക്കിന് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, അവിടുത്തെ ക്രൂഡ് ഓയിൽ കണ്ടെത്തി, ഒരു വാർത്ത ഉണ്ടായിരുന്നു, അവിടുത്തെ ക്രൂഡ് ഓയിൽ വൻ നിക്ഷേപമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കുഴിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾക്ക് തടയിടുന്ന നീക്കങ്ങൾ. അപ്പം ഈ വികസന വിരോധി എന്നുള്ളൊരു പേര്, അങ്ങനെ ആ ഒരു പേരും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് എത്ര കാലം ഇരിക്കാൻ പറ്റും? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ മുൻപൊരു ഉത്തരേന്ത്യക്കാരുണ്ട്, പപ്പുക്ക ലോകെ എന്ന് ചോദിച്ചാൽ അപമാനിച്ചു എന്നുള്ളത്. ഓരോ ഇന്ത്യക്കാരനും വീണ്ടും അദ്ദേഹം പപ്പുവാണെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ സഹോദരി ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്രയാണ് ഏറ്റവും അധികം ഇത്തരം അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പല ഭൂമി ഇടപാടുകളിലും. അതെ, 2G സ്പെക്ട്രം പോലുള്ള അഴിമതികൾ, കൽക്കരി കുംഭകോണം പോലുള്ള അഴിമതികളിൽ, അതിലൊക്കെ കൽക്കരി കുംഭകോണത്തിലൊക്കെ ഇവർ ചെയ്തത് കാര്യങ്ങൾ നമുക്കറിയാം. അന്നൊക്കെ നിരുത്തരവാദപരമായിട്ടുള്ള, ഇല്ലെങ്കിൽ അതിനെതിരെ ഒന്നും പോരാടാതെ ഇപ്പം കേവലം രാജ്യത്തിന് മുന്നോട്ട് പോക്കിനെ തടയുന്ന നിരുത്തരവാദപരമായിട്ടുള്ള, രാഹുൽ ഗാന്ധി ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് നശിച്ചുപോയ, അതായത് ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത ഒരു രാഷ്ട്രീയ കോൺഗ്രസ്സുകാരുണ്ട്. കോൺഗ്രസിൽ മറ്റൊരാൾ വളർന്നു വരാൻ ഇവർ വിടുന്നുമില്ല എന്നുള്ളത്. ഒരു അദ്ദേഹത്തിന് വളരെ ദുരൂഹമാണ്. കോൺഗ്രസിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ദുരൂഹമാണ്. അതായത് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ മരുമകൾ എന്ന് തന്നെ പറയേണ്ടി വരും. രാജ്യത്തിന്റെ മരുമകളല്ല, കോൺഗ്രസിന്റെ മരുമകളായി വന്നതിന് ശേഷം എത്രയോ മാധവറാവു സിന്ധ്യ, രാജേഷ് പൈലറ്റ്, അങ്ങനെ സഞ്ജയ് ഗാന്ധി, അങ്ങനെ
ഒട്ടനവധി കോൺഗ്രസിൻ്റെ നേതാക്കൾ ദുരൂഹമായി കൊല്ലപ്പെട്ടു. തീർച്ചയായിട്ടും 86ഓളം തിരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിൽ, പൊതുയോഗങ്ങളിൽ രാജീവ് ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത സോണിയാഗാന്ധി ശ്രീപെരുമ്പുത്തൂരിൽ അദ്ദേഹം കൊല്ലപ്പെട്ട ആ പൊതുയോഗത്തിൽ അവരില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. GK മൂപ്പനാർ അടക്കമുള്ള അന്നത്തെ തമിഴ്നാട് PCC പ്രസിഡന്റ്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അന്ന് അവിടെ ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, ഒരു മനുഷ്യനെ കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. ഈ രാജീവ് ഗാന്ധിയുടെ വധം എന്ന് പറയുന്നത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണ്. സോണിയാഗാന്ധി 86ഓളം തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ രാജീവ് ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത സോണിയാഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ആ പർട്ടിക്കുലർ പൊതുയോഗത്തിൽ പങ്കെടുത്തില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടു. അതിന് ശേഷം നോക്കൂ, അവരുടെ കൊലപാതകികൾക്ക് അവരുടെ മക്കൾ മാപ്പ് കൊടുക്കുന്നു, ജയിലിൽ പോയി കാണുന്നു. അങ്ങനെ സാധിക്കോ? ഏതെങ്കിലും മക്കൾ അങ്ങനെ ചെയ്യോ? അവർക്ക് മാപ്പ് കൊടുക്കുന്നു. പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടായില്ല, രാഷ്ട്രീയപരമായിട്ട് സ്വന്തം അച്ഛനേക്കാളും വലുതാണോ രാഷ്ട്രീയ നേട്ടം? ആ മനുഷ്യൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? രാജീവ് ഗാന്ധിയെ തള്ളിപ്പറയാനൊന്നും നമുക്ക് സാധ്യമല്ല. അദ്ദേഹം ഈ രാജ്യത്തിനെതിരായി രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. ചില മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് ഗുണം ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളത് ഒരു നാടിൻ്റെ നഷ്ടം തന്നെയാണ്. പക്ഷെ ആ നഷ്ടം പോലും കരുതിക്കൂട്ടി സൃഷ്ടിച്ചതാണ്. അല്ല, ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ഒന്നും കൂടി അന്വേഷിച്ചതും കോൺഗ്രസ് സർക്കാരിൻ്റെ ഏജൻസികളാണ് കൊലപാതകം അന്വേഷിച്ചതും കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ അതുപോലെ മാധവറാവ് സിന്ധ്യ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വരേണ്ട ഒരാളായിരുന്നു. രാജേഷ് പൈലറ്റ്, അങ്ങനെ നിരവധി ആളുകൾ, കോൺഗ്രസിൻ്റെ കരുത്തുറ്റ ആളുകളെല്ലാം തന്നെ. അജിത് ജോഗി ഒരു സമയത്ത് വലിയ നേതാവായിരുന്നു, അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിന് അപകടം പറ്റി. അങ്ങനെ വലിയ വലിയ നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. ഇന്ന് കൊല്ലപ്പെടുന്നില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഭീഷണിയായി മാറുന്ന യുവ നേതാക്കളെല്ലാം തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് പോവുകയാണ്. സച്ചിൻ പൈലറ്റ് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. മാധവറാവ് സിന്ധ്യയുടെ ജ്യോതിരാദിത്യ സിന്ധ്യ, നമ്മുടെ ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി, അങ്ങനെ ഹിമന്ത ബിശ്വ ശർമ്മ, അങ്ങനെ പല ആളുകളും ഇന്ന് കോൺഗ്രസ് അതായത് ഈ ശശി തരൂർ, നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂരിൻ്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസ്സിൽ ഒരു BJPയിലോ CPMലോ ആണെങ്കിൽ, CPMലാണെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആവാനുള്ള ക്വാളിറ്റി ഇല്ല, BJPയിലാണെങ്കിൽ ഒരു ബൂത്ത് പ്രസിഡന്റ് ആകാനുള്ള ക്വാളിറ്റി പോലും ഈ രാഹുൽ ഗാന്ധിക്കില്ല. പക്ഷേ ഒരു ലോക നേതാക്കളാകാൻ കഴിയില്ല. ശശി തരൂരിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെടുകയാണ് ഈ മനുഷ്യന് വേണ്ടി. ഒരു കണക്കിന് അത് സന്തോഷം. ഈ ദേശീയവാദികളെ സംബന്ധിച്ചിടത്തോളം, ഈ ദേശത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷകരമാണ്. കാരണം കോൺഗ്രസ് നശിക്കുന്നത് ഈ രാജ്യത്തിന് ഗുണം ചെയ്യും. ഇന്നത്തെ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് മാറി സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ചെയ്തിരുന്ന ധർമ്മങ്ങളാണ് ഇന്ന് കോൺഗ്രസ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺഗ്രസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് BJP ചെയ്യുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ ദുരൂഹമായ നീക്കങ്ങൾ അല്ലേ, അതിനെയൊക്കെ തടയിട്ട് ആ പദ്ധതി ലക്ഷ്യവുമായി ആൻഡമാനിലൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ തന്നെ കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. എന്തായാലും കാണാം. നമസ്കാരം. നമസ്തേ.